നമസ്കാരം. ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ബ്രൈഡൽ മേക്ക് ഓവർ എന്ന് പറയുന്നത് വളരെയധികം ട്രെൻഡി ആയിട്ടുള്ളൊരു മേക്കപ്പ് ആണ്. ഇപ്പം നമുക്ക് ഒരു ബ്രൈഡ് ഇപ്പോൾ ആദ്യം തന്നെ ഒരു കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അന്വേഷിക്കുക ഒരു നല്ലൊരു മേക്ക് ഓവർ ആർട്ടിസ്റ്റ് ആര് എന്നുള്ളതാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പോൾ മേക്ക് ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രൈഡൽ മേക്കപ്പിൽ നിന്ന് ബ്രൈഡൽ മേക്ക് ഓവറിലേക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമാണ്. ഏതൊരു സ്കിൻ ടോണിലുള്ള കുട്ടിയും നമുക്ക് നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മാജിക് എന്ന് പറയുന്നത്. മേക്കപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു മാജിക്കാണ്. ഈ ഒരു മാറ്റം വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സിൽ നിന്നുള്ളൊരു മാറ്റമുണ്ട്, ഹെയർ സ്റ്റൈലിൽ നിന്നൊരു മാറ്റമുണ്ട്. പിന്നെ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും കഴിവുള്ള ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിലൂടെയും ഒക്കെ ഈ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ വളരെ ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്രൈഡിന് ഏത് രീതിയിലുള്ള മേക്കപ്പാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആദ്യം നോക്കാം. ഈ ഒരു ബ്രൈഡിൻ്റെ ഫേസിലുള്ള പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. ചില ഭാഗങ്ങളിലായിട്ട് ഓയിലി സ്കിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ ഒരുപാടുണ്ട്, ഫേസിൽ ഒത്തിരി ഉണ്ട്. പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഈ മുഖക്കുരു വന്ന പാടുകളും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചെറിയൊരു കുഴിവുള്ള കണ്ണാണ്. വലിയ രീതിയിൽ അണ്ടർ ഐ ഡാർക്ക് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു കുഴിവുള്ള കണ്ണാണ്. ഇത്രയുമാണ് ഈ മുഖത്തിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയാനുള്ളത്. ഇതെല്ലാം കവർ ചെയ്യുക എന്നുള്ളതാണ് മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഫേസ് ഒരു വെറ്റ് ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നമുക്ക് താഴേക്കെല്ലാം മാറ്റാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യേണ്ടത് ബേസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബേസ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചാണ് നമ്മൾ ബേസ് അപ്ലൈ ചെയ്യുക. ബേസ് തന്നെ പല രീതിയിലുണ്ട്, പല തരത്തിലുണ്ട്. ഓയിലി സ്കിന്നിനുള്ള ബേസ് ഉണ്ട്, ഡ്രൈ സ്കിന്നിനുള്ള ബേസ് ഉണ്ട്, നോർമലി സ്കിന്നിനുള്ള ബേസ് ഉണ്ട്. അതിൽ ഏതാണ് നമ്മുടെ ബ്രൈഡിന് സൂട്ട് ആവുന്നതെന്ന് നോക്കി നമ്മൾ തന്നെ അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ബ്രൈഡിന് സൂട്ട് ആയിട്ടുള്ള ഒരു ബേസ് എടുത്തിട്ടുണ്ട്, അതാണ് അപ്ലൈ ചെയ്യുന്നത്. മേക്കപ്പ് കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനും ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ബേസ് ഹെൽപ്പ് ചെയ്യും. ബേസ് കഴിഞ്ഞതിന് ശേഷമാണ് കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത്. കൺസീലർ നമുക്ക് മുഖത്ത് എവിടെയൊക്കെയാണ് പാടുള്ളതെന്ന് വെച്ചാൽ അത് കവർ ചെയ്യുക. കണ്ണിന് ചുറ്റും കറുപ്പ് നാളുണ്ടെങ്കിൽ അവിടെയും കൺസീലർ കവർ ചെയ്യാം. കൺസീലർ തിരഞ്ഞെടുക്കുമ്പോഴും ഓരോരുത്തരുടെ സ്കിൻ കളർ അനുസരിച്ചാണ് നമ്മൾ കൺസീലർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ കൺസീലർ അല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരുടെ സ്കിന്നിന്റെ കളർ അനുസരിച്ച് കൺസീലറിന്റെ കളറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ചിട്ടുള്ള കൺസീലർ ഉപയോഗിക്കുക. കൺസീലിംഗ് മേക്കപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാവർക്കും കൺസീലർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ മുഖക്കുരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ പാടുകൾ, പിഗ്മെന്റേഷൻ അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള ഒത്തിരി ആൾക്കാർക്ക് കൺസീലിംഗ് ആവശ്യമുണ്ട്. ചില പാടുകൾ നമ്മൾ ഒരു പ്രാവശ്യം കൺസീൽ ചെയ്താലും ചിലപ്പോൾ അത് വിസിബിൾ ആയി വന്നിരിക്കും. വീണ്ടും നമ്മൾ ഒന്നും കൂടി അത് കൺസീൽ ചെയ്ത് കൊടുത്താൽ മതി, വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അതേ സ്കിൻ ടോൺ പാലറ്റ് തന്നെ ആയിരിക്കണം കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആയി തോന്നിക്കും. നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മേക്കപ്പ് എന്ന് പറയുന്നത് HD മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ഫേസ് കുറച്ച് വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ കോണ്ടൂറിങ് ഒക്കെ ചെയ്ത് കുറച്ച് ഫേസ് കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ ഹെയറിന് മുഖത്തിന് ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്താൽ ബ്രൈഡ് കുറേ കൂടെ കാണാൻ ഭംഗിയായിട്ടുണ്ടാവും.
അപ്പോൾ ഈ ഫേസിന് റൗണ്ട് ഫേസ് ആയതുകൊണ്ട് തന്നെ സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് നെറ്റ് ചുറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഹെയർ ഡെക്കറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ ഒറിജിനൽ ഫ്ലവറിൽ നമുക്ക് ഹെയർ ഡെക്കറേഷൻ ചെയ്യാം. അല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. അത് ബ്രൈഡിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചോദിക്കാം. പിന്നെ അവരുടെ ഓർണമെൻറ്റ്സും സാരിയും എല്ലാം നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഹെയർ ഡെക്കറേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. മാക്സിമം വെയിറ്റ് കുറഞ്ഞ സോഫ്റ്റ് സിൽക്കായിട്ടുള്ള സാരികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കറക്റ്റ് ബോഡി ഷേപ്പിൽ നമുക്ക് സാരി ഡ്രാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് കാണാനും ഭംഗിയായിട്ട് തോന്നുന്നത്. സാരിയെക്കുറിച്ചും ആയിരുന്നാലും ആഭരണത്തെക്കുറിച്ചായിരുന്നാലും നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആളോട് തന്നെ ചോദിച്ച് എന്താന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിക്ക് നിങ്ങൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭംഗിയുള്ള ഒരു ബ്രൈഡായിരിക്കും നിങ്ങളുടെ വെഡ്ഡിങ് ഡേയുടെ.